الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ ജീവിത മേഖലകളും പടച്ചറബിന്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കാനുള്ളതാക്കി മാറ്റുകയും അവൻ നമുക്ക് നൽകിയിട്ടുള്ള ദീനിനെ മുറുകെ പിടിക്കുവാനും അവസാനത്തെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ജീവിത ആ മാർഗത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാനും നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം ഇഷ്ടപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പള്ളിയിലേക്ക് കയറി വന്നവർ 2 റക്അത്ത് നമസ്കരിച്ച് സഫിലെ ഏറ്റവും മുൻപിലെ ഒഴിവുള്ള ഭാഗത്തേക്ക് കയറിയിരിക്കാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. സഫുകൾ പൂർത്തീകരിച്ചിരിക്കും. ചാരിയിരുന്ന് ഏറ്റവും അവസാനത്തിൽ ഇരിക്കേണ്ടതിന് അനിവാര്യമായ ആളുകൾ ഉണ്ടെങ്കിൽ, പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ, അല്ലാത്തവരൊക്കെ മുൻപിലെ സഫുകളിലേക്ക് പൂർത്തീകരിച്ചിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഒരു ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, 3 ആളുകൾ ഒരു ഗുഹയുടെ അകത്ത് പെട്ടു. അവര് 3 പേരും അതിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തു ചെയ്യണമെന്നറിയാതെ 3 പേരും തർക്കിച്ചു കൊണ്ടിരിക്കുന്നു. അതിലൊരാൾ പറയണ്ടായി, നമ്മൾ ചെയ്തു വെച്ച ഏറ്റവും നല്ല കാര്യം എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു നോക്കാം അള്ളാഹുവിനോട്. അങ്ങനെ 3 പേരും ഇരുന്ന് ആലോചിച്ചു നോക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല കാര്യം ഏതാന്ന് നോക്കുക. അങ്ങനെ 3 പേരും ഓരോ പ്രാർത്ഥനയെടുത്ത് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അതിലൊരാൾ പറയുന്നുണ്ട്, അള്ളാഹുവേ, ഞാൻ എൻ്റെ വീട്ടിൽ ഒരുപാട് തൊഴിലാളികൾ ജോലിക്ക് വന്നിരുന്നൊരു ദിവസം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ആവശ്യമായി വൈകുന്നേര സമയമായപ്പോൾ ഞാൻ അവരുടെയൊക്കെ കൂലി കൊടുത്തു. ഫലമ്മാ ഖളാ അമല ഖാല അഅ്തിനി ഹഖ്ഖ. ചോദിച്ചു വന്നവർക്കൊക്കെ അവരുടെ ഹക്കുകൾ ചോദിച്ചു കൊടുത്തു. എല്ലാവർക്കും വീതിക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് കൂലി വേണ്ട, ശമ്പളം വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ആ സമ്പത്ത് എടുത്ത് ഫലം മസൽ അസ്റഉ ഹത്താ ജമഅതു മിൻഹു ബഖറൻ വരിആഹ. അത്യാവശ്യം ആടുകളെയും ഒട്ടകങ്ങളെയൊക്കെ ഞാൻ ആ പൈസ കൊണ്ട് മേടിച്ചു. എന്നിട്ട് അത് പിന്നെ പ്രസവിച്ചു. പിന്നെ അതിൽ ഒരുപാട് മക്കളായി. പിന്നെ അവയെ നോക്കാൻ ആട്ടിടയന്മാരായി. ആ ഒരു സമ്പത്ത് കൊണ്ട് സമൃദ്ധമായ വലിയ അവസ്ഥകളെത്തി. അങ്ങനെ ഒരു ദിവസം കാലങ്ങൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ്, കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഈ ജോലിക്കാരൻ പണം വേണ്ട എന്ന് പറഞ്ഞ ആൾ എൻ്റെ വീട്ടിൽ വന്നു. ഫഖാല, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത്തഖില്ലാ, നിങ്ങൾ മുതലാളിയാണ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം.
വലാ തള്ളിംനി ഹഖ, നിങ്ങൾ അന്ന് എനിക്ക് ഹക്ക് തന്നിട്ടില്ല, ഞാൻ ഇന്നത് ചോദിക്കുകയാണ്, ഇന്ന് എനിക്കത് ആവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്റെ ശമ്പളം, എന്റെ അന്നത്തെ പണം എനിക്കിന്ന് തരണം. ഫഖാൽ, അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുതലാളി പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ തരാം. ഇദ്ഹബ് ഇലാ തിൽക്കൽ ബഖർ, ആ കാണുന്ന ആടുകളും മാടുകളും അവയെ നോക്കുന്ന ആളുകളുമൊക്കെ നിന്റെ ശമ്പളമാണ്, നീ അത് ഫുൾ എടുത്തോ. ശരിക്കും ഒരൊട്ടകത്തിന്റെ കൂലി പോലുമുള്ള വേതനത്തിനുള്ള പണി ഒരു ദിവസം ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ ആ പണം കൊണ്ട് ഈ അവസ്ഥയിലേക്ക് എത്തി. തൊഴിലാളിയായ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എന്നെ പരിഹസിക്കാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല, നിന്റെ അന്നത്തെ വേതനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ സമ്പത്ത്, അതുകൊണ്ട് ഞാനത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഞാനത് നിനക്ക് തരികയാണ്, നീ അത് ഫുൾ എടുത്തോ. ഈ കാര്യം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഗുഹന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ മുതലാളിയായ മനുഷ്യൻ പറയാണ്, അല്ലാഹുവേ, ഇൻ കുൻത തഅലമു അന്നി ഫഅൽതു ദാലിക ബിതിഗാഅ വജ്ഹിക, നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ് ഞാനത് ചെയ്തത്. ഫഫുർജ് ലനാ മാ ബഖിയ റബ്ബേ, ഈ ഗുഹന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരണേ. ഫഫറജല്ലാഹു മാ ബഖിയ, ഗുഹന്റെ ഉള്ളിലുണ്ടായിരുന്ന അവസ്ഥക്ക് മാറ്റമായി. അദ്ദേഹത്തിന്റെ വാതിലുകൾ, കവാടങ്ങൾ തുറക്കപ്പെട്ടു 3 പേരും പുറത്തു കടന്ന ചരിത്രം ഹദീസിൽ കൊടുത്തിട്ടുണ്ട്. സഹോദരങ്ങളെ, മെയ് 1-ാം തീയതിയാകുമ്പോൾ തൊഴിലാളികളും തൊഴിൽ സംരക്ഷണവും ഒക്കെ ചർച്ചയാകുന്ന കേരളത്തിൽ കേവലം 8 മണിക്കൂർ ജോലി, ന്യായമായ കൂലി എന്നീ അടിസ്ഥാന അവകാശങ്ങൾക്ക് വേണ്ടി ലോകത്തെ തൊഴിലാളികൾക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്നയും രക്തം ചിന്തേണ്ടി വരികയും ചെയ്ത ചരിത്രം മെയ് ദിനത്തിന് പറയാനുണ്ടെങ്കിൽ അതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു തൊഴിലാളി ചോദിക്കാതെ തന്നെ, ഒരു യൂണിയനും ഇടപെടാതെ തന്നെ അവന്റെ അവകാശങ്ങൾ പൂർണ്ണമായി അവന്റെ ലാഭവിഹിതം ഉൾപ്പെടെ തിരിച്ചു നൽകാൻ പഠിപ്പിച്ച മഹത്തായ ഒരു സംസ്കാരത്തിന്റെ പേരാണ് ഇസ്ലാം. എത്ര മഹത്തരമായിട്ട് ആലോചിച്ചു നോക്കി നിങ്ങൾ. ആരും സമരം ചെയ്യേണ്ടി വരൂല, ആരും തെരുവിലിറങ്ങേണ്ടി വരൂല. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഏറ്റവും പ്രാധാന്യത്തോടെ പഠിപ്പിക്കുന്നത് അധ്വാനിക്കുന്നവരായി മാറണം. മേലനങ്ങാതെ വിയർക്കാതെ വൈറ്റ് കോളറായിട്ട് ഇങ്ങനെ ജീവിച്ച് പൈസ ഉണ്ടാകാമെന്ന ധാരണ നമ്മൾ തിരുത്തുകയും മുതലാളിയായി ജീവിക്കുന്നതിന് പകരം അധ്വാനിക്കുന്നവനാകും. മുതലാളി ആരായിരിക്കണം? അധ്വാനിക്കുന്നവനായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. സമ്പന്നനാകാൻ കുറുക്കു വഴികളല്ല നമ്മൾ തേടേണ്ടത്, അധ്വാനിച്ചെങ്ങനെ പണമുണ്ടാക്കാമെന്ന വഴിയാണ് നമ്മൾ ജീവിതത്തിൽ തേടേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൽ ജുമുഅയിൽ ആയത്തുകൾ ഇറങ്ങി. ജുമുഅക്ക് വേണ്ടി നിങ്ങളെ വിളിച്ചാൽ, ബാങ്ക് കേട്ടാൽ നിങ്ങൾ കച്ചവടം അടച്ചിടണം എന്ന് പറഞ്ഞു. പിന്നെയോ നിങ്ങൾ ജുമുഅ നമസ്കാരത്തിന് വന്നാൽ ഫൈദാ ഖുദിയത്തിസ് സ്വലാത്ത്, നമസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർളി, പള്ളിയിൽ തന്നെ ഇരിക്കണമെന്നില്ല, ഫന്തശിറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ അന്വേഷിക്കുക, ജോലി ചെയ്യുക, അധ്വാനിക്കുക. ഇബാദത്ത് കഴിഞ്ഞാൽ അധ്വാനിക്കുക, കഷ്ടപ്പെടുക, പ്രയാസപ്പെടുക. വദ്കുറുല്ലാഹ കസീറാ, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാനുള്ള മാനദണ്ഡം അതാണ്, നിങ്ങൾ വിജയിച്ചേക്കാം. അതുകൊണ്ട് മനുഷ്യരായ മുസ്ലിമീങ്ങളായ തൊഴിലാളിയും മുതലാളിയും ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടുന്ന ഒരു തത്വമാണ് അധ്വാനിക്കുക. വിയർക്കാതെ മേലനങ്ങാതെ ജീവിക്കാന്നുള്ള തീം തന്നെ മാറ്റുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും നല്ല ഭക്ഷണം ഏതാണെന്നറിയോ? മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറ, ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം മിന്നൻ യഅകുല മിൻ അമലി യദിഹി, സ്വന്തമായി ജോലി ചെയ്ത് സമ്പാദിച്ചുണ്ടാക്കുന്ന പണമാണ്. മറ്റുള്ളവനോട് യാചിച്ച്, മറ്റുള്ളവരോട് ഔദാര്യം കാത്ത്, അവന്റെക്കെന്ന് കിട്ടുന്ന സ്വതക്ക പ്രതീക്ഷിച്ച് അവിടുന്നും ഇവിടുന്നും കിട്ടുന്ന സംഖ്യകൾ കാത്തിരിക്കുന്നതിന് പകരമായി എന്റെ ഈ നിലവിലുള്ള ആരോഗ്യസ്ഥിതി വെച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ഏത്, അത് ചെയ്തുണ്ടാക്കുന്ന സമ്പത്താണ് ഖൈറായ സമ്പത്ത്. ചെറുതായിരിക്കാം, കുറച്ചായിരിക്കാം. അന്ന ദാവൂദ് അലൈഹിസ്സലാം, പ്രവാചകനായ രാജാവായി അറിയപ്പെട്ടിരുന്ന ദാവൂദ് നബി അലൈഹിസ്സലാം, കാന ലാ യഅകുലു ഇല്ലാ മിൻ അമലി യദിഹി, സ്വന്തമായി അധ്വാനിച്ച സമ്പത്തല്ലാതെ തിന്നാറില്ലായിരുന്നു. രാജാവാ,
പക്ഷെ തന്റെ അധ്വാനിച്ച സമ്പത്തായിരുന്നു ജീവിച്ചത് മാർഗമായി കണ്ടത്. അതുകൊണ്ട് മനുഷ്യരെ, നമ്മൾ ഒരു ധാരണ ഇസ്ലാം പഠിപ്പിച്ചു, നമ്മളോട് ജോലിയെല്ലാം മഹത്തരമാണ്, ജോലി ചെയ്യുന്നവരായി നമ്മൾ മാറണം. നമ്മൾ നല്ലൊരു ജോലിക്കാരനാവണം. എങ്ങനെ? മാന്യമായ ജോലിയാവണം, കുറ്റകരമല്ലാത്ത ജോലികളാവണം, ഹലാലായ ജോലിയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് ജോലിയും നമുക്ക് വില കുറച്ച് കാണാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ചിലരുണ്ട്. ചില ജോലികളെ ഒരു മോശക്കാരനായി കാണുന്ന അവസ്ഥ. ചില ജോലി ചെയ്യുന്ന വ്യക്തികളെ, അവരുടെ കുടുംബങ്ങളെ അവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കൂല, അവരിൽ നിന്ന് ഇങ്ങോട്ട് കല്യാണം കഴിക്കൂല. ആരാ? നല്ല മാന്യമായ ജോലി തന്നെയാണ്. ഈ ഒരു വിവേചനം നമ്മൾ ഒഴിവാക്കുക. പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ കാണാം, ആശാരിപ്പണി ചെയ്തിരുന്ന നൂഹ് നബി അലൈഹിസ്സലാം. മോശാണോ? കൊല്ലപ്പണിക്കാരനായി ജോലി ചെയ്തിരുന്ന ദാവൂദ് നബി അലൈഹിസ്സലാം. ആടിനെ മേച്ച് ജീവിച്ചിരുന്ന മൂസാ നബി അലൈഹിസ്സലാം. ഹബീബുന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ നോക്കുന്നതിന്റെ പോലും മഹത്വം പറഞ്ഞ 17 ഹദീസ് ഉണ്ട്. അപ്പൊ അതൊരു പ്രവാചകന്മാർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു വലിയ റിസ്കി, ഒരു വലിയ ത്യാഗത്തിന്റെ ഡ്യൂട്ടി ഏറ്റെടുക്കാൻ പോണതിന്റെ മുമ്പ് അവരുടെ മനസ്സിനെ പാകപ്പെടുത്തുന്ന പണിയാണ്. ആടിനെ നോക്കിയിട്ട് ഇങ്ങനെ തർത്തീബാക്കും. അപ്പൊ കുറെ ശീലങ്ങൾ അയാൾക്ക് വരും. അപ്പൊ പല നിലക്കുമുള്ള ജോലികളുണ്ട്. പക്ഷേ സമൂഹത്തിൽ ഇന്ന് നമ്മുടെ നാടുകളിൽ തൊഴിലിടങ്ങളിൽ ഉച്ചനീചത്വമുണ്ട്, വിവേചനങ്ങളുണ്ട്. മാന്യമായ പല ജോലിക്കാരെയും വില കുറച്ച് കാണുന്ന അവസ്ഥകളുണ്ട്. അത് നമ്മൾ തിരുത്തണം. ജോലി ചെയ്യുന്നത് മലയാളിയാണോ, അന്യ നാട്ടുകാരനാണോ, അതിഥി തൊഴിലാളിയാണോ, അതൊന്നുമല്ല പ്രശ്നം. ആ ജോലിക്ക് ആവശ്യമായ സംരക്ഷണവും അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കണം. അതാണാണോ, പെണ്ണാണോ, ഈ നാട്ടുകാരനാണോ, അന്യ സംസ്ഥാനക്കാരനാണോ, നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഒരു മുസ്ലിമായി നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ എന്ന് ആലോചിച്ചു. സഹോദരങ്ങളെ, ഇസ്ലാം പറയാണ്, നിനക്കൊരു തൊഴിലാളി ഉണ്ടെങ്കിൽ, നിന്റെ കീഴിൽ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അവരോട് കാണിക്കേണ്ടുന്ന ചില അദബുകൾ മാത്രം പറയാം. ഒന്ന്, കൃത്യമായ കൂലി കൊടുക്കലാണ്, മാന്യമായ ശമ്പളം കൊടുക്കലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅതുൽ അജീറ അജ്റ, നിങ്ങളുടെ കീഴിലുള്ള തൊഴിലാളികൾക്ക് നല്ല മാന്യമായ പ്രതിഫലം കൊടുക്കുക. ഖബല അൻ യജിഫ അറഖഹു, അവന്റെ വിയർപ്പ് തുള്ളികൾ അറ്റുപോകുന്നതിന്റെ മുമ്പ്. ചൂടോടെ മാസക്കണക്കിന് ശമ്പളം പെൻഡിങ് ആകാൻ പാടില്ല. ദിവസക്കണക്കിന് അവൻ അധ്വാനിച്ച പണത്തിന് നമ്മുടെ വീടിന്റെ ഗേറ്റ് വന്ന് തുറന്ന് മൊട്ടാനുള്ള സമയം ഉണ്ടാക്കാൻ പാടില്ല. അവന്റെ അർഹിക്കുന്ന സമയത്ത് അവന്റെ ശമ്പളം കൊടുക്കുക, കൃത്യമായ കൂലി കൊടുക്കുക. കരാറ് പ്രകാരം, എഗ്രിമെന്റ് പ്രകാരം എന്താണോ ശമ്പള സ്കെയിൽ കൊടുത്തതെങ്കിൽ അത് മാന്യമായി പാലിക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് ഞാൻ ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഗ്യാരണ്ടി നിൽക്കും, ഞാൻ വാദിക്കാൻ വരും. ആരാണ് അവർ? റജുലുൻ ഇസ്തഅജറ അജീറൻ, ജോലിക്കൊരാളെ വിളിക്കുന്നു. ഫസ്തൗഫാ മിൻഹു, അയാൾ അദ്ദേഹത്തിന്റെ ജോലി മുഴുവൻ പ്രവർത്തിക്കുന്നു. വലം യുഅ്തിഹി അജ്റ, എന്നിട്ട് അദ്ദേഹത്തിന് മാന്യമായ പ്രതിഫലം കൊടുക്കാത്തവർക്ക് വേണ്ടി ഞാൻ നാളെ പരലോകത്ത് വാദിക്കും. നമുക്കെതിരാകാൻ പാടില്ല. രണ്ടാമത്തേത്, നമ്മുടെ കീഴിൽ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മാന്യമായ പെരുമാറ്റം ഉണ്ടാവണം. നമുക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട്, ഞാനൊരു മുതലാളിയാണ്, അവൻ തൊഴിലാളിയാണ് എന്നും അതുകൊണ്ട് ഞാൻ അവനൊരു അടിമ ലെവലിലായി സംസ്കാരത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നതിന് പകരം ഏറ്റവും മാന്യനായ പെരുമാറ്റം മുതലാളിയിൽ നിന്നുണ്ടാവണം. അത് ശ്രദ്ധിച്ചോളൂ. അത് ഒരു പണിക്കാരനുള്ള സ്റ്റാഫുള്ളെങ്കിലും 100 ആളുണ്ടെങ്കിലും, എത്ര പേർക്ക് നമ്മുടെ കീഴിൽ ജോലിക്കാരുണ്ട്, അവരോട് മാന്യമായി പെരുമാറുക എന്നത് ബോധ്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അവരോട് ദേഷ്യം പിടിക്കാനും കയർക്കാനും വഴക്കിടാനും ഇൻസൾട്ട് ചെയ്യാനുമുള്ള അവസ്ഥ നമ്മളുടെ കയ്യിൽ നിന്ന് വരാൻ പാടില്ല എന്ന ഒരു കഴിവ്, ഒരു ശേഷി നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. അനസ് റളിയല്ലാഹു അൻഹു 9 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായി, സേവകനായി ജോലി ചെയ്തു. ശമ്പളമൊന്നുമില്ല, ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി നിന്നതാ. ആ ചരിത്രം പറഞ്ഞിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ 9 കൊല്ലം നബി തങ്ങളുടെ കീഴിൽ ഖാദിമായി നിന്നു. എന്നോട് ഒരിക്കൽ പോലും നബി നീ എന്താണ് അങ്ങനെ ചെയ്യാത്തത് ചോദിച്ചിട്ടില്ല. എന്താ ഇങ്ങനെ ചെയ്താൽ ആക്ഷേപിച്ചിട്ടില്ല. എന്നെ ഇന്ന് വരെ നബി തങ്ങൾ അതിന്റെ പേരിൽ എന്തിന്റെങ്കിലും പേരിൽ അടിച്ചിട്ടില്ല. ഇങ്ങനെ പറയുന്ന വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മഹല്ലുകളിൽ, വ്യത്യസ്തങ്ങളായ മഹല്ലുകളിൽ ആളുകൾ ഉണ്ടാകും. അവിടെയൊക്കെ പലതരം ജോലികൾ ചെയ്യുന്ന പള്ളികളിൽ ഇമാമത്ത് നിൽക്കുന്ന ആളുകൾ, അവർക്ക് അർഹിക്കുന്നതായ പരിഗണന ലഭിക്കുന്നുണ്ടോ? അവർക്ക് മാന്യമായ ഭക്ഷണം കിട്ടുന്നുണ്ടോ?
അവർക്ക് മാന്യമായ താമസം ലഭിക്കുന്നുണ്ടോ? നാട്ടിലൊരു സാധാ തൊഴിലാളിക്ക് ലഭിക്കുന്നതിന്റെ പകുതി പരിഗണന പോലും ലഭിക്കാത്ത പള്ളി ഇമാമിയങ്ങളുണ്ട്, മുഅദ്ദിനീങ്ങളുണ്ട്. തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി ജോലി കാണുന്നവർക്ക് ഇങ്ങനെ പറയും, എന്താ പത്ര വലിയ ജോലി? കാണുന്നവർക്ക് ഒരു ജോലിയില്ല. അദ്ദേഹത്തിന് 24 മണിക്കൂർ എവിടേക്കും പോകാൻ പറ്റില്ല. ഓരോ ജോലിയെയും ഓരോ സ്ഥാനത്തെയും മാനിക്കേണ്ടതുണ്ടെന്നാ പറഞ്ഞത്. മൂന്നാമത്തേത്, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന മനുഷ്യന്റെ ദീന് പരിഗണിക്കണം. മൂപ്പർക്ക് പള്ളി പോകാൻ പറ്റില്ല, മൂപ്പർക്ക് ജുമാക്ക് പോകാൻ പറ്റില്ല, മൂപ്പർക്ക് ഒരു മയ്യത്ത് കാണണം, മയ്യത്ത് പോകാൻ എവിടേക്ക് മൂപ്പര് അനങ്ങാൻ പാടില്ല. നമ്മളെ തൊഴിലാളിക്ക് ദീനിയായ ഒരു കാര്യത്തിനും പോകാൻ പറ്റാത്ത സാഹചര്യം ഒരു മുതലാളി ഉണ്ടാക്കാൻ പാടില്ല. പ്രത്യേകിച്ചും അവന്റെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ. അവന്റെ നമസ്കാരത്തിന് അവരെ നമസ്കരിപ്പിക്കേണ്ട ചുമതല പോലെ നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ പള്ളി പോയിട്ട് വന്നോളൂ എന്ന് പറയാനുള്ള ശേഷിയും കഴിവും ഒരു മുതലാളിയുടെ കയ്യിലുണ്ടാവണം. 4, തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അയാളെ കൊണ്ട് കഴിയാത്ത ഓവർ വർക്ക് ചെയ്യിപ്പിക്കുക, ഓവർ ലോഡ് കൊടുക്കുക. എന്നാൽ അതിനർഹമായ പരിഗണന ഇല്ലാതിരിക്കുക. ചില ജോലിക്ക് ഒരാൾ കസ്റ്റമർ ഇല്ലെങ്കിലും അയാൾക്ക് ഇരിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, ഇന്ന സമയത്തെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഇങ്ങനെ അതിശക്തമായ മാനുഷികമായ യാതൊരു പരിഗണനയും ലഭിക്കാത്ത അവസ്ഥകൾ കടന്നു വരുന്നതിനെ സൂക്ഷിക്കണം. 5, തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ അടുത്ത് എന്തെങ്കിലും ഒരു പോരായ്മ വന്ന മാപ്പ് കൊടുക്കണം. 1ാമത്തെ മിസ്റ്റേക്കിനെ പിടിച്ച് പുറത്താക്കരുത്, 2ാമത്തെ മിസ്റ്റേക്കിനും പുറത്താക്കരുത്. എന്റെ വാക്കല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സ്വഹാബത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നബിയേ, ഞങ്ങളുടെ കീഴിൽ പലതരം തൊഴിലാളികളുണ്ട്, ജോലിക്കാരുണ്ട്. അവരൊക്കെ പല തെറ്റുകളും മറ്റും സംഭവിക്കുന്ന സമയത്ത് ഞങ്ങൾ എത്ര തവണ മാപ്പ് കൊടുക്കണം നബിയേ? എത്ര തവണ മാപ്പ് കൊടുക്കണം? ഫഖാൽ, നബി തങ്ങൾ പറഞ്ഞു, അഅഫു അൻഹു ഫീ കുല്ലി യൗമിൻ 70 മറ. നീ ഓരോ ദിവസവും 70 തവണ അവന് മാപ്പ് കൊടുക്കണം. ഒരു ദിവസം അവന്റെ 70 അബദ്ധങ്ങൾക്ക് നീ മാപ്പ് കൊടുക്കണം. അപ്പോഴാണ് നീ ഒരു നല്ല മുതലാളിയാകുന്നത്. ഇസ്ലാം ഈ പറഞ്ഞ വാചകങ്ങളെല്ലാം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. ആത്മഹത്യകൾ വരെ തൊഴിലില്ലായ്മയുടെ പേരിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ ഉദ്ദേശിക്കുന്ന മാന്യമായ ജോലി കിട്ടാത്തതിന്റെ പേരിൽ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനേകം സംഭവങ്ങൾ ഇന്ന് സമൂഹത്തിൽ പെരുകുകയാണ്. നമ്മുടെയൊക്കെ മഹല്ലുകളിൽ നല്ല സർട്ടിഫിക്കറ്റുള്ള ബിരുദമുള്ള എത്രയോ വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ മാന്യമായ ജോലികളിലേക്ക് എത്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി മഹല്ലുകൾ ശാക്തീകരണത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. എന്ത് തൊഴിലും ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ പ്രിയപ്പെട്ടവർ ചെറുപ്പക്കാരെ നമുക്ക് പറ്റണം. നമ്മൾ വിചാരിച്ച, നമ്മൾ ഉദ്ദേശിച്ചൊരു ജോലി കിട്ടിയെങ്കിലേ ഞാൻ പോകുള്ളൂ എന്നുള്ള വാശി ഒഴിവാക്കാൻ പുതിയ തലമുറ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിനോട് പറയാ, നിങ്ങളിൽ ഒരാൾ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് കയറെടുത്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് ഒരുപാട് വിറക് ശേഖരിച്ച് ആ വിറക് പിടിച്ച് കെട്ടി അത് ചുമലിൽ വെച്ച് കൊണ്ടുവന്ന് താഴെ അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിറ്റ് ജനങ്ങളോട് പണം യാചിക്കാതെ അങ്ങനെ ജീവിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും നല്ല മാന്യമായ അന്തസ്സുള്ള അവസ്ഥ. എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക. അന്നത്തെ കാലത്ത് അവർക്ക് ഏറ്റവും റിസ്ക് ഉള്ള ജോലിയായിരുന്നു വിറക് ശേഖരിക്കുക എന്നത്. നമ്മുടെ നാട് പോലെ ഫോറസ്റ്റുകളും അത്തരം വന സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. അപ്പൊ അത്രയും വലിയ ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പറയാണ്, അതാണ് നിനക്ക് നല്ലത് ജനങ്ങളോട് യാചിക്കുന്നതിനേക്കാൾ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിരാശയില്ലാതെ ഹലാലായ ജീവിതത്തെ, സമ്പാദ്യത്തെ നമ്മൾ ആഗ്രഹിക്കുകയും തൊഴിലിനു വേണ്ടി അന്വേഷിക്കുകയും ചെയ്യുക. വേതനം കുറവാണെങ്കിലും വലിയ മെച്ചപ്പെട്ട അവസ്ഥയില്ലെങ്കിലും ഹലാല് കൊണ്ടുണ്ടാകുന്ന ബറക്കത്ത് എത്ര കോടികൾ കൊണ്ട് നമ്മൾ സമ്പാദിച്ചാലും ശരി, ഹറാമ് കൊണ്ട് നമുക്ക് സുഖിക്കാൻ കഴിയില്ല. എന്ന് മാത്രവുമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമാധാനവും നല്ല അന്തരീക്ഷങ്ങളും ഒക്കെ ആ വലിയ സമ്പാദ്യങ്ങൾ ഹറാമിലൂടെ കടന്നു വന്നത് നഷ്ടങ്ങളായിരിക്കും ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുക എന്ന ഉറച്ച ദാർഢ്യമായ തീരുമാനം അയാളുടെ മനസ്സിലുണ്ടാവണം. തെറ്റായ ഹലാലല്ലാത്ത ഒരു മാർഗത്തിലൂടെയും ഞാൻ സമ്പാദിക്കില്ല എന്ന ഉറച്ച തീരുമാനം ഒരു മുതലാളിയുടെ കയ്യിലുണ്ടാവണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അതിന്റെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തൊരു തൊഴിലാളി പാലിക്കേണ്ട കുറച്ച് മര്യാദ ഉണ്ട്.
നമ്മൾ ശമ്പളം മേടിക്കുമ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ചില അദബുണ്ട്. എല്ലാം എടുത്തു നോക്കും നിങ്ങൾ. ഇസ്ലാം വിട്ടുപോയത് എവിടെയാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓതിയിട്ട് പഠിപ്പിക്കുകയാണ്. മഹാനായ മൂസാ നബി മദീനയിൽ പോയി മരത്തിന്റെ ചുവട്ടിലിരിക്കുക. ഷുഐബ് നബിന്റെ 2 മക്കൾ വന്നിട്ട് പറയുന്നുണ്ട്, മൂസാ നബിനോട് പറയുന്നത്, നിങ്ങളെ വാപ്പ വിളിക്കുന്നുണ്ട്. യാ ബതിസ്തഅ്ജിർഹു, അപ്പാ ആ ചെറുപ്പക്കാരനായ ആള് നമുക്ക് നമ്മുടെ വീട്ടിലെ ജോലി കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റിയ ആളാണ്. കാരണം ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ, ശക്തനായ ആളാണ്, നല്ല വിശ്വസ്തനായ ആളാണ്. ഒരു തൊഴിലാളിന്റെ 2 ഗുണാണത്. ഒന്നൊരു തൊഴിലിനുള്ള സ്കില്ലുണ്ടാവുക, കഴിവുണ്ടാവുക. 2 ആ തൊഴിലിനോടൊരു വിശ്വസ്തത പാലിക്കാൻ പറ്റുക. ഇവിടെ വെച്ചാണ് ഉലമാക്കന്മാര് പറയുന്നത്, ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന ജോലിയോട് കൃത്യമായി കൊണ്ട് നല്ല ശക്തിയുള്ളവനാകാനും യോഗ്യനാവാനും ശ്രദ്ധിക്കുക. കായികമായാലും ഭൗതികമായാലും ഒരു ജോലിക്ക് ആവശ്യമായ സ്കില്ലുണ്ടാവുക. നമ്മുടെ കുട്ടികളിൽ പ്രത്യേകിച്ച് എന്താ സ്കില്ലെന്ന് വെച്ചാൽ, ഒരു കഴിവും അയാൾ സ്വയം പ്രാപിക്കുന്നില്ല. കുറെ പന്ത് കളിക്കും, കുറെ ഫോണുമ്മ കളിക്കും, ഏതെങ്കിലും വാഹനത്തുമ്മ പറപ്പിച്ചു പോകുന്നതിനപ്പുറത്ത് ഒരു ജോലി എന്ന സ്കില്ലിലേക്ക് നമ്മുടെ മക്കൾ വളർന്നു വരുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അർഹതയില്ലാത്ത ഒരു ജോലിയും ഏറ്റെടുക്കാൻ പാടില്ല. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, എന്നിട്ട് തെറ്റായ ജോലി സമ്പാദിച്ചുണ്ടാക്കുക, എന്നിട്ട് ന്യായമല്ലാത്തത് ആ രൂപത്തിൽ പിൻവാതിൽ നിയമനങ്ങളും കുടുംബക്കാരനാണെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾ വെച്ചുകൊണ്ട് അത്തരത്തിൽ തരികിടകളിലൂടെ ജോലി ഏറ്റെടുക്കാൻ പാടില്ല. എന്നാൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു ജോലി തന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്വത്തോടുകൂടെ അത് ചെയ്യാൻ നമുക്ക് കഴിയണം. ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലാ, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നതാണ്, അയാൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അയ്യുത്ഖിനഹു, ആ പ്രവൃത്തി മികച്ചതാക്കുന്നവനാണെങ്കിൽ അല്ലാഹു അവനെ ഇഷ്ടമാണ്. നമ്മൾ ഏറ്റെടുത്ത ജോലി വളരെ ആത്മാഭിമാനത്തോടെ കൃത്യമായി പങ്ക്ച്വാലിറ്റി പാലിച്ച് ശ്രദ്ധിച്ച് ആ ഒരു ഉത്തരവാദിത്വത്തെ നന്നായി പാലിച്ച് ജീവിക്കുന്നവനെ അള്ളാഹ്ക്കിഷ്ടാണ്. വിശ്വാസിയാവേ അമാനത്ത് പാലിക്കുന്നവനായി മാറും. മുതലാളി നോക്കുന്നുണ്ടോ, CCTV ഉണ്ടോ എന്നൊന്നുമല്ല നമ്മുടെ മുമ്പിൽ. ഞാൻ ഈ ജോലി ചെയ്യുമ്പോൾ വിശ്വസ്തത പാലിക്കുന്ന എന്റെ പടച്ചോൻ എന്നെ കാണുന്നുണ്ടെന്ന ബോധ്യത. അങ്ങനത്തെ 4 സ്റ്റാഫ് മതി നമുക്ക്. ഒന്ന് ആലോചിക്കും, എത്ര ഹൈറായിരിക്കും ആ ജീവിതം, എന്തൊരു സുഖമായിരിക്കും ആ ഒരു ജോലി. അതുകൊണ്ട് ആ ഒരു വിശ്വസ്തതയാണ് നമ്മൾ പാലിക്കേണ്ടത്. സമയത്തിലെ അമാനത്താണ് നമ്മൾ പാലിക്കേണ്ടത്. കൃത്യമായ ഒരു സമയം ഉണ്ടാവും നമുക്ക് ജോലിക്ക്. നമ്മൾ ഏറ്റെടുത്ത ജോലിക്ക് ഒരു ടൈം പറഞ്ഞിട്ടുണ്ടാവും. ആ ടൈം നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം. അത് അതിനുള്ള സമയമാണ്. അത് മറ്റൊന്നിനും കൊടുക്കാൻ പാടില്ല. കൃത്യസമയം പാലിക്കുന്നവനാകണം. ആ ഏൽപ്പിക്കപ്പെട്ട ജോലിയിൽ ഒരുപാട് വസ്തുക്കൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഇത് പൊട്ടിക്കരുത്, അത് തകർക്കരുത്, ഇത് തുടരുത്. ആ അമാനത്താക്കപ്പെട്ട വസ്തുക്കളെ നശിപ്പിക്കാതിരിക്കുക. നമ്മൾ കാരണം കൊണ്ട് കമ്പനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തൊഴിലാളിയായി നമ്മൾ മാറാൻ പാടില്ല. അതോടൊപ്പം തന്നെ തനിക്ക് ശമ്പളം തരുന്ന തന്റെ പ്രിയപ്പെട്ട മുതലാളിയുടെയും കടയുടെയും അല്ലെങ്കിൽ ബിസിനസ് സാമ്രാജ്യങ്ങളുടെയും രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് ചോർത്തി കൊടുക്കാൻ പാടില്ല. വഞ്ചന കാണിക്കാൻ പാടില്ല. മൻ ഖശാരെങ്കിലും വഞ്ചന കാണിച്ചാൽ ഫലൈസ മിന്നാ, അവൻ നമ്മിൽപ്പെട്ടവനല്ല. അത്തരം ഇടപാടുകൾ നമ്മളൊരു തൊഴിലാളി എന്ന നിലയ്ക്ക് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വരാതിരിക്കാനുള്ള ജാഗ്രതയുണ്ടാവണം. അങ്ങനെയാണ് ഒരു മാന്യമായ തൊഴിലും ഒരു നല്ല മുതലാളിയാകുമ്പോഴും ഒരു ജീവിതത്തിൽ പടച്ചറപ്പ് ഒരു വരുമാന മാർഗം തരുമ്പോഴും ദീന് വിട്ട് ദീന് നഷ്ടപ്പെട്ട് അതിൽ യാതൊരു പരിഗണനയുമില്ലാതെ ഒരുപാട് സമ്പാദിച്ചിട്ട് കാര്യമില്ല എന്ന ബോധത്തോടെ അള്ളാഹു നമുക്ക് നൽകിയ ജീവിത മേഖലകളെ അഭിവൃദ്ധിപ്പെടുത്താൻ ഒരു മനുഷ്യന് നമ്മൾ കാരണം തൊഴിൽ കൊടുത്താൽ അയാളുടെ വീട്, അയാളുടെ കുടുംബം, അയാളുടെ ചികിത്സ, അവിടുത്തെ ഭക്ഷണം നമ്മളിലൂടെയാണ് എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യം എന്താ? നമ്മളിലൂടെ ഒരു കുടുംബം ജീവിച്ചു പോകുന്നുവെങ്കിൽ, നമുക്ക് 10 പേരെ അധികം പോസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ടെങ്കിൽ ആ ചാൻസ് നമ്മൾ ഉപയോഗിച്ചോ, നമുക്ക് വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന മേഖലയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേഖലയിൽ, ജീവിത മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, കച്ചവട മേഖലയിൽ അള്ളാഹുവിനേറെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു നല്ല മുസ്ലിമായ, ഒരു നല്ല അഭിമാന ബോധത്തോടുകൂടെ ജീവിതത്തെ കാഴ്ചപ്പാടോടുകൂടെ കൊണ്ടുപോകാൻ പടച്ചറബ് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمدلله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് എല്ലാ നന്മകളും സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ 5-ാമത്തെ തൂണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഹജ്ജ്, അതിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റുകൾ നമ്മുടെ പരിസരത്തെ എയർപോർട്ടുകളിൽ നിന്നൊക്കെ പുറപ്പെടാൻ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുക. ഹജ്ജിന്റെ മാസങ്ങൾ ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറം 3 മാസത്തെ ഹജ്ജിന്റെ മാസങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുക. സ്വാഭാവികമായും ഈ വർഷത്തെ ഹജ്ജിന് പോകാനുള്ളവരുടെ യാത്രാ കാര്യങ്ങളെല്ലാം പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഇനി പുതിയ ഒരാൾക്ക് അപേക്ഷിക്കാനുള്ള വഴിയില്ല. എന്നാൽ ഹജ്ജിന് പോകാൻ യോഗ്യത നേടിയ സമ്പത്തും ശരീരവുമുള്ള ആളുകൾ അത് ഇനി വൈകിപ്പിക്കാതെ അടുത്ത വർഷമെങ്കിലും എന്ന ധാരണയിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയാത്തുകൾ ഹദീസുകളെല്ലാം നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാം, വലിയ ഫറള് എന്ന് വിശേഷിപ്പിച്ചത് മാത്രമല്ല, അയ്യുഹന്നാസ്, നബി തങ്ങൾ പറഞ്ഞ വാക്ക് അയ്യുഹന്നാസ്, മനുഷ്യരേ, ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ്, നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഫഹജ്ജു, നിങ്ങൾ ഹജ്ജ് വേഗം നിർവഹിക്കണം. ചില ഹദീസുകൾ കാണാം, നിങ്ങൾ ധൃതി കാണിക്കണം, വൈകിപ്പിക്കരുത്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. അദ്ദേഹം അങ്ങനെയാണ് നിലപാട് സ്വീകരിക്കാറുള്ളത്. ഞാൻ വിചാരിക്കുന്നു, ഉമർ റളിയല്ലാഹു പറയാണ്, ഞാൻ വിചാരിക്കുന്നു, ലഖദ് ഹമംതു അൻ അബ്അസ റിജാല, കുറച്ച് ആളുകളെ വ്യത്യസ്തങ്ങളായ യമനിലേക്ക്, മിസ്റിലേക്ക്, പല സ്ഥലങ്ങളിലേക്ക് പറഞ്ഞേക്കണം. എന്നിട്ട് പോയിട്ട് എന്തിനാ അവിടെ പോയിട്ട് അവിടെ ഹജ്ജിന് പോകാത്ത ആളുകളുണ്ടോ എന്ന് പരിശോധിക്കാൻ ആളെ വെക്കുക. സമ്പത്തും സൗകര്യം ഉണ്ടായിട്ട് ഹജ്ജിന് പോകാത്തവരുണ്ടോന്ന് നോക്കാൻ. എന്നിട്ട് പോയിട്ട് എന്താ പണി? വലം യഹുജ്ജ, എന്നിട്ട് അവർ ഹജ്ജ് ചെയ്യുന്നില്ല എങ്കിൽ ഫയദ്രിബു അലൈഹിമുൽ ജിസിയ, അവർക്ക് ജിസിയ ചുമത്താനുള്ള ഓർഡർ ഇടാൻ പോവുകയാണ്. ജിസിയ എന്ന് പറഞ്ഞാൽ കാപ്പ ചുമത്തുന്നത് പോലെ, അതല്ലെങ്കിൽ വലിയ നികുതി ചുമത്തുന്നത് പോലെ ഭാരിച്ച സംഖ്യ സർക്കാരിന് കെട്ടിവെക്കാൻ വേണ്ടി പറയുന്ന ഓപ്ഷനാണ് ആ വിഷയം. അത്രവേൽ അവരോട് സ്ട്രോങ് ആയിട്ട് പറയാ, മാഹും ബി മുസ്ലിമീൻ. ഉമർ റളിയല്ലാഹു പറയാണ്, അങ്ങനെ പോകാത്തവർ മാഹും ബി മുസ്ലിമീൻ, മുസ്ലിങ്ങളല്ല, മാഹും ബി മുസ്ലിമീൻ, മുസ്ലിമീങ്ങളല്ല. 2 തവണ ആവർത്തിച്ചു പറഞ്ഞു. അപ്പൊ അവരൊക്കെ ഹജ്ജിനെ എത്ര ഗൗരവത്തോടെയാണ് കണ്ടത് എന്ന് മനസ്സിലാക്കുക. ഹജ്ജിന് വേണ്ടി കൊതിക്കുന്ന, പ്രാർത്ഥിക്കുന്നവനാണ് വിശ്വാസി. അത് എളുപ്പത്തിൽ അവസരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കും. ലഭിച്ച ആളുകളൊക്കെ അത് മഹത്തരമായി തൗഫീഖായി കാണാനും വേണ്ടി അതിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന പലരും ഹജ്ജിന് നിയ്യത്ത് വെച്ച് അതിന് ഒരുങ്ങിയിരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വലിയ എളുപ്പമുള്ള അവസ്ഥയാക്കി മാറ്റി കൊടുക്കുമാറാകട്ടെ. പാപങ്ങളിൽ നിന്ന് സുരക്ഷ നൽകുന്ന, എല്ലാ പാപങ്ങളിൽ നിന്നും സുരക്ഷിതനായ ഒരു ജനിച്ചു വീണ കുഞ്ഞിനെ പോലെയുമായി മാറാൻ പറ്റുന്ന ഇബാദത്താണ് ഹജ്ജ്. നരകമോചനത്തിനുള്ള വിഷയം പഠിപ്പിച്ചു. വമ്പിച്ച പ്രതിഫലം സ്വർഗമല്ലാതെ, വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. സ്വർഗം ഗ്യാരണ്ടി പറഞ്ഞ കാര്യമാണ്. നരകമോചനത്തിന്റെ വ്യത്യസ്തങ്ങളായ ബാബുകളാണ്. അള്ളാഹുവിന്റെ അതിഥികളാണ് എന്നാണ് ഹദീസ് പറഞ്ഞത്. അള്ളാന്റെ അതിഥികൾ അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്, ഹജ്ജിന് പോകുന്നവരും ഉംറക്ക് പോകുന്നവരും അള്ളാഹന്റെ സംഘങ്ങളാണ്, അള്ളാന്റെ അതിഥികളാണ്. ഇൻ ദഅഊഹു, അവർ പ്രാർത്ഥിച്ചാൽ, അജാബഹും, അവർക്ക് ഉത്തരം കിട്ടും. വൈൻ ഇസ്തഗ്ഫറു, അവർ ഇസ്തിഗ്ഫാർ നടത്തിയാൽ, ഗഫറ ലഹും, അവർക്ക് പുറത്തു കൊടുക്കും. അവർക്കെല്ലാം സൗകര്യം ചെയ്തു കൊടുത്തോളൂ, അവരെ സഹായിച്ചോളൂ. ഹാജിമാരെ, ഉംറക്ക് പോകുന്നവരെ സഹായിച്ചോ. അള്ളാന്റെ സംഘമാണ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഒന്ന് പറയാം, ഹജ്ജിന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാം. ഇഖ്ലാസായിട്ടത് പ്രവർത്തിക്കാം. എല്ലാവരും പോണുണ്ട്, ഹജ്ജ് എന്നുള്ള ഒരു കാര്യമൊക്കെ ചെയ്തു വന്ന് അവിടെ ഒന്ന് പോയി കാണാം. ഹാജി എന്നുള്ള ഒരു പേരൊക്കെ കേൾക്കുമ്പോൾ ഒരു രോമാഞ്ചം കയറാനൊക്കെ ഉണ്ട്. ഇതൊന്നല്ലേ നമ്മളെ നിയ്യത്ത്. അള്ളാഹുവിന് വേണ്ടി ഞാൻ നിർവഹിക്കേണ്ട എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ് എന്ന ഇഖ്ലാസോടെയുള്ള ഒരു നിയ്യത്തോടെ ആയിരിക്കണം ഇവിടുന്ന് പുറപ്പെടേണ്ടത്. 2, ഞാൻ ചെയ്യുന്ന ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും ഇത്തിബാ ചെയ്തിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയാവണം. ഖുദൂ അന്നി മനാസിക്കക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന 90% ഹാജിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹജ്ജിൽ നിന്ന് പലതും ഒഴിവാക്കിയാണ് വരുന്നത്. കാരണമുണ്ട്. ഒരു ഉദാഹരണം പറയാം. തമത്വആയ രൂപത്തിലാണ് ഹജ്ജിന് പുറപ്പെടുന്നത്. ഇവിടുന്ന് പോയിട്ട് ഉംറയൊക്കെ കഴിഞ്ഞ് പിന്നെ ഹജ്ജിന്റെ സമയം വരുമ്പോഴായിരിക്കും ഹജ്ജിന് കയറുക. അവിടെ അങ്ങനത്തെ ആളുകളാണെങ്കിൽ ആ ഹജ്ജിന് മുമ്പായിട്ട് അവർ ബലി ഇറക്കണം. തമത്വഇന്റെ ബലി ഇറക്കുക എന്ന് പറയാം. 750 റിയാൽ കെട്ടിവെക്കണം. അപ്പൊ 750 റിയാൽ ലാഭം കിട്ടാൻ എന്താ മാർഗം? ബലി ഇറക്കാതിരിക്കുക. പക്ഷെ ആ ബലി അറുക്കുക എന്നത് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. അവിടെ 750 റിയാലിന്റെ ലാഭം വെച്ചുകൊണ്ട് അമീറന്മാര് പലരും അതൊന്നും ഞമ്മക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ ആ പൈസ പോക്കറ്റിലിടുന്ന അവസ്ഥയുണ്ട്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ചില ദിവസങ്ങൾ നിൽക്കേണ്ടടുത്തുണ്ട്, ചില ദിവസങ്ങളിൽ രാത്രി താമസിക്കേണ്ടതുണ്ട്, ചില ദിവസങ്ങളിൽ പ്രത്യേകമായി കല്ലേറുണ്ട്. അങ്ങനെ ഓരോന്നും ഒരു മനാസിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെയല്ലേ ഞാൻ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക. 3, ഹജ്ജിന് പോകുന്നവർ നല്ല ക്ഷമയുള്ളവരായി മാറുക. നല്ല തിരക്കുണ്ടാകും, പല രാജ്യക്കാരുണ്ടാകും, പല ആരോഗ്യസ്ഥിതിയുള്ള ആളുകളുണ്ടാവും. നമ്മൾ തർക്കിക്കാനും തല്ലുകൂടാനും വഴക്കിടാനുമായി പോകരുത്. ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജി. ഹജ്ജിന്റെ ഇടയിൽ തർക്കം വേണ്ട, ഹജ്ജിന്റെ ഇടയിൽ മ്ലേച്ഛമായ സംസ്കാരങ്ങൾ വേണ്ട, ഹജ്ജിന്റെ ഇടയിൽ അധർമ്മങ്ങളൊന്നും നിങ്ങൾക്ക് പാടില്ലാത്തതാകുന്നു. അത് ശ്രദ്ധിക്കണം. പോകുന്ന ആൾക്കാർ ആരോഗ്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ തന്നെ നടന്നു തുടങ്ങണം. പെട്ടെന്ന് അന്ന് പോയി നടക്കാൻ പറ്റില്ല. 15ഉം 20ഉം കിലോമീറ്റർ നടക്കേണ്ട കർമ്മങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അയാൾ പതുക്കെ പതുക്കെ നടന്നു തുടങ്ങണം. നമ്മുടെ നാട്ടിലെ ഹജ്ജിന് പോകുന്ന സംഘത്തിൽ പലപ്പോഴായിട്ട് നമ്മൾ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ 70ഉം 80ഉം കഴിഞ്ഞവരാണ് ഹജ്ജിന് പോണത്. നല്ല പണക്കാരായ 40ഉം 50ഉം 60ഉം പ്രായമുള്ള നല്ല മനുഷ്യന്മാരുണ്ട്. ഒരു പുറപ്പെടുന്നില്ല. ആളുകൾക്കൊരു ധാരണ ഉണ്ട്, ഇത് വയസ്സാം കാലത്ത് ചെയ്യേണ്ട ഒരു പുണ്യകർമ്മമാണ്. പഴച്ചു. ആരോഗ്യമുള്ളവർക്ക് മാത്രം ഇത് കറക്റ്റായിട്ട്. ആരോഗ്യമുള്ളവർ പോലും വഴിയിൽ തളർന്നു കിടക്കുന്ന രംഗാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. നമ്മുടെ പ്രായത്തെ, നമ്മുടെ സമ്പത്തിനെ ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് നേരത്തെയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടുന്ന് പുറപ്പെടുന്ന മനുഷ്യന്മാർ ഒരുപാട് ബിദ്അത്തുകൾ ചെയ്ത് പുറപ്പെടുന്ന രംഗം നമ്മൾ കാണുക. ദീനിനോട് യോജിക്കാത്ത, നബിയും സ്വഹാബത്തും പഠിപ്പിക്കാത്ത ചര്യകളുമായി ഹജ്ജിന് പോകുന്ന അവസ്ഥയുണ്ട്. പലരുടെയും വീടുകളിൽ ഒരു ഹജ്ജ് കല്യാണം പാർട്ടി നടക്കുന്നുണ്ട്. നമ്മളിൽ പല ആൾക്കാരും പങ്കെടുക്കുന്ന സ്വഭാവം ഉണ്ടാകും. വലിയ വലിയ ഓഡിറ്റോറിയങ്ങളും മറ്റുമൊക്കെ ബുക്ക് ചെയ്ത് ഒരു കല്യാണം മാതിരി വലിയൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി ആദ്യമായിട്ട് ഹജ്ജിന് പോകുന്നവന്റെ ഒരു വലിയ ഹജ്ജ് കല്യാണ പാർട്ടികൾ നടത്തിയിട്ട് അതിന് തിന്നാൻ പോയി അഭിപ്രായം പറയാൻ പോണ ആളാവാതെ നമ്മൾ. അതൊരു ശരിയായ നിലപാടല്ല. ആ ഒരു രീതി, അതിനൊരു പാർട്ടി ഉണ്ടാക്കി അതൊരു വലിയ പ്രോഗ്രാമാക്കി മാറ്റി പോകുന്നതിനെ നമ്മൾ യോജിക്കുന്നില്ല. ഇസ്ലാമിൽ അതിന് മാതൃകയില്ല. സ്വഹാബത്തൊക്കെ ഈ രംഗത്ത് നമ്മളെ ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് മാത്രവുമല്ല, ഇതൊരു വലിയ കാര്യമായി ഇത് ചെയ്യാതെ പോകാൻ പറ്റൂല എന്നൊരു ധാരണ വരെ നാട്ടിൽ ചില ആൾക്കാർ എഴുതി ഉണ്ടാക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക. 2, യാത്ര പോകുന്നതിന്റെ മുമ്പ് തൊട്ടടുത്ത ദിവസങ്ങളിൽ പരിസരങ്ങളിലുള്ള മഖാമുകളിലെല്ലാം പോയിട്ടൊരു സിയാറത്ത് നടത്തുക. എന്തിനാ പോണത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. പങ്കുകാരനില്ല റബ്ബേ, നിന്റെ വിളിക്കുത്തരം നൽകിയെന്ന് പറയാനാ പോണത്. പക്ഷെ യാത്ര മനോഹരമാകാൻ എല്ലാ മക്കാമുകളിലും പോയി ഒന്ന് പ്രാർത്ഥിച്ച് തവക്കുലാക്കി അവിടുത്തെ പൊരുത്തൊക്കെ മേടിച്ച് പോകുമ്പോ നമ്മുടെ മനസ്സിലുള്ള വിശ്വാസം എവിടെയാണ്? അതിനേക്കാൾ അപകടം ഈ ശിർക്കെല്ലാം ചെയ്യിപ്പിച്ച് അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ മിനയിലെ ടെന്റിന്റെ ഉള്ളിൽ മുസ്ദലിഫയിൽ രാത്രി കിടക്കുമ്പോ, അറഫയിൽ പോയി ഇരിക്കുമ്പോ സാധാരണക്കാരായ മനുഷ്യന്മാരെ കൊണ്ട് നിങ്ങൾ പോയവരോട് ചോദിച്ചു നോക്ക്. കളവ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ ടെന്റിനകത്ത് വെച്ചുകൊണ്ട് യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഖുത്ബിയത്ത്, മുഹിയുദ്ദീൻ മാല, റിഫായി മാല, മഹ്ദറത്തുൽ ബദരിയ, എവിടെ? ടെന്റിനകത്ത് മക്കയിലെത്തിയിട്ട്, ഹറമിലെത്തിയിട്ട്, ഹജ്ജിന് കയറിയിട്ട് ആ പ്രിയപ്പെട്ട തന്റെ മുമ്പിലിരിക്കുന്ന ആളുകളെ കൊണ്ട് യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് 1000 തവണ വിളിപ്പിക്കുന്ന മനുഷ്യരുടെ കൂടെ നമ്മൾ ഹജ്ജിന് പോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഒന്നും ആലോചിക്കാനില്ല. നമ്മൾ ആ ഈമാൻ കൊണ്ട് നടക്കാതിരിക്കുക. ശിർക്കിൽ നിന്ന് യാത്ര ആരംഭിച്ച് അവിടെ വെച്ച് ശിർക്ക് ചെയ്യിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ഹജ്ജ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്.
ഈ അവസ്ഥ, അപകടകരമായ അവസ്ഥയെ പലരും തിരിച്ചു വന്നിട്ട് സങ്കടത്തോടെ വന്ന് പറയാറുണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളാണ് മാറി നിൽക്കേണ്ടടുത്ത് മാറി നിൽക്കേണ്ടത്. ചില മനുഷ്യന്മാർ അവരാ പറയാണ്, യാത്രക്ക് പോകുന്നതിന്റെ മുമ്പ്, ഹജ്ജിന് പുറപ്പെടുന്നതിന്റെ മുമ്പ് ചുമരിൽ നിങ്ങൾ സൂറത്തുൽ ഖസസിന്റെ 52-ാമത്തെ ആയത്ത് എഴുതി വെച്ചിട്ട് വേണം യാത്ര പോകാൻ. അതെന്തിനാണ്? യാത്ര സുരക്ഷിതമായി മടങ്ങിയെത്താൻ വേണ്ടിയാണ്. ഇതൊക്കെ നമ്മുടെ പുരോഹിതന്മാർ മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കുന്ന വസ്വാസിന്റെയും പിഴച്ച വലാലത്തിന്റെയും കാര്യങ്ങളാണ്. ഒരു ഹജ്ജ് പോലും മാന്യമായി ചെയ്തു വരാൻ സമ്മതിക്കാത്ത ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തിബാഉർ റസൂൽ. യാത്രക്ക് പോകുമ്പോഴും പോയി വരുമ്പോഴും എല്ലാ നബിതങ്ങളുടെ ഒരു മാതൃകയെ മുറുകെ പിടിച്ചുകൊണ്ടാവട്ടെ നമ്മുടെ ഹജ്ജ് പോകാൻ ആഗ്രഹിച്ചവർ, ഒരുങ്ങിയവർക്കെല്ലാം അല്ലാഹു എളുപ്പത്തിൽ ആരോഗ്യത്തോടെ ആഫിയത്തോടെ അത് പൂർത്തിയാക്കി മഖബൂലും മബ്റൂറുമായവയെല്ലാം നിർവഹിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. പോകാൻ ആവശ്യമുള്ള, അല്ലെങ്കിൽ അതിന് യോഗ്യരായ ആളുകൾ അവരെത്രയും വേഗത്തിൽ അതിന് ഒരുങ്ങാൻ, ഏറ്റവും നല്ല സമ്പത്തോടെ ഹൈറായി ആരോഗ്യത്തോടെ നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ സഹോദരങ്ങളുടെയും നല്ല ആഗ്രഹങ്ങൾ, നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് പള്ളി പരിപാലനത്തിന് വേണ്ടിയുള്ള നമ്മുടെ സ്വതക്ക എല്ലാവരും അകമഴിഞ്ഞ് മനസ്സറിഞ്ഞ് നമ്മുടെ ഒരു പള്ളിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ കൂടെ നിൽക്കാൻ, ചെറുതെങ്കിലും ഒരു സംഖ്യയെ നിക്ഷേപിക്കാൻ എല്ലാവരും സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ അവധിക്കാലത്തിന്റെ 1 മാസം പിന്നിടുമ്പോൾ ഇനി 1 മാസം കാലം കാടെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ പെൺകുട്ടികൾ ഏറ്റവും സുരക്ഷിതമായി നമ്മുടെ വീട്ടിൽ വളരേണ്ടവരാണ്. മറ്റൊരാളുടെ ഭാര്യയാവേണ്ടതാണ്, മറ്റൊരാളുടെ ഉമ്മയാവാനുള്ളതാണ്. മെയ് മാസം 6-ാം തീയതി വരുന്ന ബുധനാഴ്ച ഒരു ദിവസത്തെ 1 ഡേ പ്രോഗ്രാമായി രാവിലെ 9 മണി മുതൽ 4 മണി വരെ നമ്മുടെ മദ്രസയിൽ വെച്ചുകൊണ്ട് പെൺകുട്ടികൾക്ക്, ഹൈസ്കൂൾ, +2, ഡിഗ്രി പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി കൗൺസിലിംഗ് ക്ലാസ് അടക്കമുള്ള നമ്മുടെ കുട്ടികളുടെ മാനസികാവസ്ഥയെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നല്ല ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. രക്ഷിതാക്കൾ എല്ലാവരും ആ ക്യാമ്പിൽ പുറത്ത് രജിസ്റ്റർ ചെയ്ത് പേര് കൊടുത്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുട്ടിയുടെ സീറ്റ് ഉറപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമുക്കെല്ലാം ശിഫ നൽകുമാറാകട്ടെ. ഒരുപാട് പേര് പല കാര്യങ്ങൾക്ക് വേണ്ടി ദുആ വസിയത്തുകൾ പറഞ്ഞിരുന്നു. അല്ലാഹുവിന്റെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, നല്ല മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഖൈറുള്ള ബറക്കത്തുള്ള തൊഴിലും ജോലിയും കൂലിയും അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിലും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.